أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من جاء بالحسنة فله خير منها وهم من فزع يومئذ آمنون ومن جاء بالسيئة فكبت وجوههم في النار هل تجزون إلا ما كنتم تعملون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1296 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 89, 90 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ ومن جاء بالسيئة فكبت وجوههم في النار هل تجزون إلا ما كنتم تعملون صدق الله العلي العظيم. സൂറത്ത് നംലിലെ 89, 90 ആയത്തുകളാണ് ഞങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആകെ 93 ആയത്തുകളുള്ള മക്കയിലെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ അവതരിച്ച സൂറത്താണ് നമ്മൾ പഠനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൻ നംൽ. അതിന്റെ അവസാന ഭാഗത്തെ വളരെ ചിന്തോദ്ദീപകവും ആശയസമ്പുഷ്ടവുമായ വളരെ സമ്പന്നമായ തത്വങ്ങളും ജീവിത മാർഗദർശകമായ കാര്യങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ് അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് കാഹളത്തിൽ ഊതപ്പെടുന്ന നാളിലെ വിഹ്വലമായ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരൊക്കെയും തന്നെ വിറകൊള്ളിക്കപ്പെടുന്ന, വിഹ്വലപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. അള്ളാഹു ഉദ്ദേശിച്ച, അള്ളാഹുവിന്റെ മശീഅത്തുള്ള ആളുകൾ ഒഴികെ എല്ലാവരും തന്നെ ആ നാളിന്റെ ഫസായില്, ആ നാളിന്റെ ഭയവിഹ്വലതയില് അകപ്പെട്ടു പോകുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുക. മാത്രവുമല്ല, സകലരും അള്ളാഹുവിന്റെ അടിയാറുകളായ മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും വിനയാന്യതരായിക്കൊണ്ട്, കീഴ്പ്പെടുന്നവരായിക്കൊണ്ട് ഹാജരാവുകയും ചെയ്യും. ആ നാളിന്റെ ശ്രദ്ധേയമായൊരു പ്രത്യേകത, ഏറ്റവും ഫേംനെസ്സിനുള്ള ഉദാഹരണമായിട്ട് നമ്മൾ കാണാറുള്ള, സോളിഡ് ആൻഡ് ഫേം ആയിട്ടുള്ള, ഉറച്ചു നിൽക്കുന്ന, ഏറ്റവും ദാർഢ്യതയുള്ള എന്നതിൻ്റെയൊക്കെ ഉദാഹരണമായിട്ട് നമ്മൾ കാണാറുള്ള പർവ്വതങ്ങൾ, അവ മേഘങ്ങളെപ്പോലെ ചലിക്കുന്ന ഒരു കാഴ്ച നിനക്ക് കാണാനാകും എന്നും കൂടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. എല്ലാറ്റിനും തികവാർന്ന, പൂർണ്ണതയുള്ള വിധത്തിൽ എല്ലാറ്റിനെയും വളരെ സമഗ്രമായി, വളരെ സന്തുലിതമായി ക്രമീകരിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു ചെയ്തി തന്നെയാണ് ഇതും എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തിയതും മേഘങ്ങളെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാക്കി മാറ്റിയതും
ഒക്കെ തന്നെ അള്ളാഹുവിന്റെ അതിവിസ്മയകരമായ സൃഷ്ടി വൈഭവത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങളായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ആ നാളിൽ പർവ്വതങ്ങൾ മേഘങ്ങളുടെ ചലനം ചലിക്കുന്നതാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെയ്തികൾ തീർച്ചയായിട്ടും സസൂക്ഷ്മം അവൻ അറിയുന്നുണ്ട് എന്നുകൂടി അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നു. ഇത്രയും സമഗ്രമായ, അതിഗംഭീരമായ, അതിവിസ്മയകരമായ വിധത്തില് ഈ പ്രപഞ്ചത്തെയും അതിലെ അസംഖ്യം പ്രതിഭാസങ്ങളെയും സംവിധാനിച്ചു വെച്ചിരിക്കുന്ന അള്ളാഹു മനുഷ്യന് പ്രത്യേകിച്ചൊരു താല്പര്യവും ലക്ഷ്യവും ഒന്നുമില്ലാതെയാണോ അവന് ഇന്ന് അനുഭവിക്കാൻ കഴിയുന്ന വിശിഷ്ടമായ കഴിവുകളും സാധ്യതകളും സിദ്ധികളും ഒക്കെ നൽകിയിട്ടുള്ളത്? അതിന് പ്രത്യേകിച്ച് യാതൊരു താല്പര്യവും ഇല്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷണം എല്ലാവർക്കും അടങ്ങിയിട്ടുണ്ട്. ലിയബ്ലുവക്കും ഫീമ ആതാക്കും എന്നൊരിടത്ത് അള്ളാഹു പറയുന്നത് കാണാം. നിങ്ങൾക്ക് നൽകപ്പെട്ടതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയും. ഓരോരുത്തർക്കും ജന്മപരമായും സാമൂഹ്യമായും സാമ്പത്തികമായും ഒക്കെ പല സാധ്യതകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. പ്രകൃതത്തിന്റെ ഭാഗമായിട്ട് തന്നെ നൽകപ്പെട്ടിരിക്കുന്ന പല സിദ്ധികളും കഴിവുകളും ഒക്കെ ഉണ്ട്. അതുപോലെ സാമൂഹ്യമായിട്ട് അവന് ലഭിക്കുന്ന പല സാധ്യതകളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അവന്റെ മുന്നിൽ തുറന്നു വരുന്ന സാധ്യതകളുണ്ട്. ഇതൊക്കെയും തന്നെ ലിയബ്ലുവക്കും ഫീമ ആതാക്കും, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു, എന്ത് പ്രവർത്തിച്ചു എന്നതൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങളെ പരീക്ഷണത്തിന് വിധേയമാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയായിട്ട് ഈ ആയത്തിനെ നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയും സൂക്ഷ്മമായിട്ട് അവൻ അറിയുന്നുണ്ട് എന്നത്. അള്ളാഹു അറിയുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു നിരീക്ഷിക്കുന്നു, അള്ളാഹു വിലയിരുത്തുന്നു. വേറെ പലയിടത്തും സൂചിപ്പിക്കുന്ന വിധത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ അതിനുള്ള രക്ഷാശിക്ഷകളും പ്രതിഫലവും അതുപോലെ പണിഷ്മെന്റും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ നൽകുകയും ചെയ്യുന്നു എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. അപ്പോ ഉറച്ചു നിൽക്കുന്ന ദാർഢ്യതയോടുകൂടി നിലകൊള്ളുന്ന എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായിട്ട് പർവ്വതങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആ പർവ്വതങ്ങള് മേഘങ്ങളെ പോലെ ചലിക്കുന്നതായിട്ട് നിനക്ക് കാണാം എന്നുകൂടി അള്ളാഹു അവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് അള്ളാഹു നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് അവൻ അറിയുന്നു എന്ന് പറഞ്ഞു വെച്ചല്ലോ. അതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള രണ്ടായത്തുകൾ വരുന്നത്. മൻജാ അബിൽ ഹസനത്തി, ആ ആയത്തുകൾ നോക്കുക. മൻജാ അബിൽ ഹസനത്തി, ഒരു നന്മ കൊണ്ടുവരുന്നവൻ, ഫലഹു ഖൈറും മിൻഹ, അവൻ അതിനേക്കാൾ മെച്ചപ്പെട്ടത് ഉത്തമമായതുണ്ട്. വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ, ആ ദിനത്തിന്റെ ഭയവിഹ്വലതയിൽ നിന്ന് അവര് സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. അള്ളാഹു നൽകുന്ന ഒരു വാഗ്ദാനമാണിത്. മൻജാ ബിൽ ഹസന, നന്മ കൊണ്ടുവരുന്നവൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്തുകൊണ്ട് ഹസനാത്തുകള് തന്റെ രേഖയിൽ ഉള്ളവനായിക്കൊണ്ട് ആരാണോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് ആ നാളില് ഹസനാത്തുകളുടെ പേരിൽ ശ്രദ്ധിക്കപ്പെടുന്നവനായിക്കൊണ്ട് ആരാണോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിയെത്തുന്നത് അവന് ഫലഹു ഖൈറും മിൻഹ, അവൻ ചെയ്തിട്ടുള്ള ഹസനാത്തുകളെക്കാൾ ഉത്തമമായത്, വിശിഷ്ടമായത് പ്രതിഫലമായിട്ട് അള്ളാഹു നൽകും. അതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഹസനത്തുകൾ ചെയ്ത് നന്മ ചെയ്ത ആളുകൾ, സുഹൃതവുമായിട്ട് വരുന്നവർ, പല വിധത്തിലുള്ള സുഹൃതം ചെയ്യുന്ന വഴികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്
പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിലായിട്ട് വ്യക്തമാക്കി തന്നിട്ടുള്ളതാണ്. അതിന്റെ ഒരു ഔട്ട്ലൈൻ ഖുർആൻ നമുക്ക് നൽകിയിട്ടുമുണ്ട്. അപ്പോ ഹസനാത്തുകള് ചെയ്തുകൊണ്ടാണ് ആരെങ്കിലും അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരികെ എത്തുന്നതെങ്കിൽ ഫലഹു ഖൈറും മിൻഹ, അതേക്കാൾ ഉത്തമമായത്, അതേക്കാൾ ഉത്കൃഷ്ടമായത്, ശ്രേഷ്ഠമായത് ആണ് അവനുള്ളത്. പ്രതിഫലമായിട്ട് അള്ളാഹു അവന് സജ്ജീകരിച്ചു വെച്ചിട്ടുള്ളത് അവൻ ചെയ്ത നന്മക്ക് തത്തുല്യമായതല്ല, അതിനേക്കാളാണ്, അതിനേക്കാൾ ഉത്തമമായത്, മെച്ചപ്പെട്ടത് 10 മടങ്ങ്. ചെയ്ത നന്മയുടെ അളവിനനുസരിച്ച് മാത്രമല്ല, ഖൈറും മിൻഹ, അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് അതിന്റെ ഒരുപാട് മടങ്ങ് അധികമായി ഉത്തമമായത് നൽകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കൂടാതെ കണ്ട് ആ ഭീകരമായ ഭീതി ജനിപ്പിക്കുന്ന ആ നാളിൽ, ആ നാളിന്റെ വിഹ്വലതയിൽ നിന്ന് അവര് സുരക്ഷിതരായിരിക്കും, അവര് നിർഭയരായിരിക്കും. വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ, ആ നാളില്, ആ നാളിന്റെ ഫസഇൽ നിന്ന്, ആ നാളിന്റെ വെപ്രാളപ്പെടലിൽ നിന്ന്, ആ നാളിന്റെ ഭയവിഹ്വലതയിൽ നിന്ന് അവര് രക്ഷ നേടിയവരായിരിക്കും, നിർഭയരായിട്ടായിരിക്കും ഉണ്ടാവുക. വളരെ ശ്രദ്ധേയമായ, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഹസനാത്തുകളില് നമ്മുടെ കർമ്മങ്ങളുണ്ട്, നമ്മൾ അരുതാത്തത് ചെയ്യാതിരിക്കുന്നതും ഹസനാത്തുകളായിട്ടുണ്ട്, നമ്മുടെ നല്ല ഉദ്ദേശങ്ങളും നമ്മുടെ നല്ല ആഗ്രഹങ്ങളൊക്കെയും ഉണ്ട്, അതൊക്കെ ഹസനത്തുകളാണ്. ആ വിധത്തിലാണ് അള്ളാഹു അവന്റെ പ്രവാചകനൊക്കെ അത് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഹസനത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അള്ളാഹു നിർദ്ദേശ കാര്യങ്ങള് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് ഹസനത്താണ്. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരാൾ ആഗ്രഹിച്ചതും അതിനുവേണ്ടി പ്രയത്നിച്ചതും ഒക്കെ ഹസനത്താണ്. അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങള് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചതും അതിനുവേണ്ടി ശ്രമിച്ചതും അതിനുവേണ്ടി പ്രയത്നിച്ചതും ഒക്കെയും ഹസനത്താണ്. ഈ ഹസനാത്തുകളൊക്കെയും തന്നെ അള്ളാഹു ഒരുപാട് മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അതിന് പ്രതിഫലം നൽകുന്നത്. കൂടാതെ കണ്ട് ബോണസ് ആയിട്ട് അള്ളാഹുവിന്റെ വാഗ്ദാനം വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ. അപ്പൊ ഏറ്റവുമേറെ അഭിലഷിക്കാവുന്ന ഒരു കാര്യമാണ്, ഏറ്റവുമേറെ കൊതിക്കാൻ വകയുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് വ്യക്തമാണ്. അള്ളാഹു 10 മടങ്ങ് അല്ലെങ്കിൽ വർദ്ധിച്ച തോതിൽ പ്രതിഫലം നൽകുന്നത് കൂടാതെ വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ, ആ നാളിന്റെ വിഹ്വലതയിൽ നിന്ന് അവര് സുരക്ഷിതരും നിർഭയരുമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ നാളിന്റെ വിഹ്വലത അത്രയും ഭീകരമാണ് എന്നത് വ്യക്താണല്ലോ. ആ നാളിന്റെ വിഹ്വലതയിൽ നിന്ന് മുക്തരാണ്, അതിൽ നിന്ന് നിർഭയരാണ് അവര് എന്ന് സൂചിപ്പിക്കുമ്പോൾ അത് അത്രയും അഭിലഷണീയമായ, അത്രയും ആളുകൾ കൊതിച്ചു പോകുന്ന ആ നാളിന്റെ വിഹ്വലതയിൽ നിന്ന് തങ്ങളെ ആരെങ്കിലും നിർഭയരാക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന വിധത്തില് അത്രയും ഭീകരതയുള്ള ഒരു നാളായിരിക്കും അത് എന്നാണല്ലോ അതിന്റെ സൂചന. അപ്പോ മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹ, ആരെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ടാണ്, ഒരു നന്മയുടെ പേരിലാണ് ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്നതെങ്കിൽ, ഒരു നന്മയും കൊണ്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ ഫലഹു ഖൈറും മിൻഹ, അതിനേക്കാൾ ഉത്തമമായതാണ് അള്ളാഹു അവന് നൽകുന്നത്. കൂടാതെ കണ്ട് ആ നാളിന്റെ ഫസഇൽ നിന്ന് അവര് സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. വമൻ ജാഅ ബിസ്സയ്യിഅ, എന്നാൽ ആരെങ്കിലും ഒരു തിന്മയാണ് കൊണ്ടുവരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു തിന്മയുടെ പേരിൽ അടയാളപ്പെടുത്തപ്പെട്ടവനായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വരുന്നതെങ്കിൽ ഫകുബ്ബത് വുജൂഹുഹും, അത്തരം ആളുകളുടെ മുഖങ്ങള് പതിക്കും ഫിന്നാർ, നരകത്തിൽ. അത്തരം ആളുകൾ മുഖം കുത്തി വീഴും. അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്. സയ്യിഅത്തുകളുടെ പേരിലാണ്
ഒരാൾ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ സയ്യിആത്തുകളുമായിട്ടാണ് ഒരാൾ കടന്നു വരുന്നതെങ്കിൽ ഫകുബ്ബത്ത് വുജൂഹുഹും ഫിന്നാർ, അവര് നരകത്തില് മുഖം കുത്തി വീഴും. നരകത്തില് മുഖം പതിച്ചു വീഴുക എന്ന് പറയുന്നത് ഏതൊരാളുടെയും കാര്യത്തില് ഒരു വീഴ്ച ഉണ്ടാകുമ്പോ അത് മുഖത്തെയും തലയെയും ഒന്നും ബാധിക്കാതിരിക്കാനാണ് പരമാവധി അയാൾ ശ്രമിക്കുക. ഇവിടെ വീഴ്ച തന്നെ മുഖം കുത്തിയാണ് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ കോപശാപങ്ങൾക്ക് ഇരയായിക്കൊണ്ട് നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയാണ് അത്തരം ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വമൻ ജാഅ ബിസ്സയ്യിഅതി ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. എന്നിട്ട് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് അല്ലാഹു. ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമല്ലാതെ നൽകപ്പെടുമോ എന്നാണ്. ഒരിക്കലും തന്നെ നിങ്ങൾ ചെയ്തതല്ലാത്ത സയ്യിആത്തുകൾക്ക് നിങ്ങൾ പിടികൂടപ്പെടുന്നതല്ല. നിങ്ങൾ ചെയ്ത അളവിലുള്ള തെറ്റിന്റെ പേരിലല്ലാതെ ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. പക്ഷെ ചെയ്ത തെറ്റുകൾക്ക് തന്നെ, ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് തന്നെ വലിയ ശിക്ഷയാണ് എല്ലാവരും ഏറ്റുവാങ്ങാനിരിക്കുന്നത്. ഫകുബ്ബത്ത് വുജൂഹുഹും ഫിന്നാർ എന്നാണല്ലോ ഇവിടെ പറയുന്നത്. സയ്യിആത്തുമായി കടന്നു വരേണ്ടി വരുന്ന ആള് അവര് നരകത്തിൽ മുഖം കുത്തി വീഴും എന്നാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. എന്നാൽ ആരും തന്നെ ചെയ്ത തെറ്റുകളുടെ അളവനുസരിച്ചും അതിന്റെ ഗൗരവമനുസരിച്ചും അതിന്റെ കാഠിന്യമനുസരിച്ചും തത്തുല്യമായ വിധത്തിലുള്ള ശിക്ഷയല്ലാതെ ഏറ്റുവാങ്ങേണ്ടി വരില്ല. നന്മക്കാണെങ്കിൽ അള്ളാഹു വർദ്ധിച്ച പ്രതിഫലം നൽകും. എന്നാൽ തിന്മയുടെ കാര്യത്തില് അള്ളാഹു അർഹിക്കുന്നത് മാത്രമേ കൊടുക്കൂ. ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹു ഒരാൾക്കും തന്നെ അയാളുടെ കുറ്റകൃത്യത്തിന്റെ പേരിൽ അയാളുടെ അർഹിക്കുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ അയാൾക്ക് നൽകുകയില്ല. അതേസമയത്ത് ഹസനത്ത് ചെയ്ത ആളാണെങ്കിലോ അതിന് അള്ളാഹു ചിലപ്പോ കയ്യും കണക്കില്ലാതെ കൊടുത്തെന്ന് വരും. അത് അവന്റെ ഔദാര്യമാണ്. അവൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹസനാത്തുകൾക്ക് അവൻ അളവിൽപ്പെട്ടതിനേക്കാൾ കൊടുക്കും. ഖൈറും മിൻഹ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫലഹു ഖൈറും മിൻഹ, അതിനേക്കാൾ ഉത്തമമായത്, അതിനേക്കാൾ ഉത്കൃഷ്ടവും മെച്ചപ്പെട്ടതുമായതാണ് അള്ളാഹു നൽകുക എന്നാണ് ഇവിടെ പറയുന്നത്. ഫലഹു ഖൈറും മിൻഹ, അതിനേക്കാൾ ഉത്തമമായതാണ് അവനുള്ളത്. അപ്പോ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഹസനാത്തുകൾക്ക് അള്ളാഹു തീർച്ചയായിട്ടും അതിനേക്കാൾ വർദ്ധിച്ച വിധത്തിലുള്ള പ്രതിഫലം നൽകും. സയ്യിആത്തുകൾക്ക് പക്ഷേ അതിന്റെ കണക്കനുസരിച്ച് മാത്രമേ അള്ളാഹു നൽകുകയുള്ളൂ. ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ അമലുകളുടെ കണക്കനുസരിച്ചല്ലാതെ നിങ്ങൾ പ്രതിഫലം നൽകപ്പെടുമോ എന്നാണ് ഇവിടെ ചോദ്യം. മുഖ്യമായിട്ടും ശിക്ഷയെക്കുറിച്ചാണത്. ശിക്ഷ നിങ്ങളുടെ അമലിന് പ്രപ്പോർഷനേറ്റ് ആയിരിക്കും, നിങ്ങളുടെ കർമ്മത്തിന് ആനുപാതികമായിട്ടായിരിക്കും ശിക്ഷ നൽകപ്പെടുക. എന്നാൽ നിങ്ങളുടെ ഹസനാത്തുകളുടെ കാര്യത്തിലാണെങ്കിലോ അത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഒരു പോളിസിയാണിത്, അള്ളാഹു പിന്തുടരുന്ന ഒരു നയമാണത് എന്ന് പലയിടത്തും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനില് ഈ ആശയം മുന്നോട്ട് വെക്കുന്ന ധാരാളം ആയാത്തുകൾ കാണാൻ സാധിക്കും. സൂറത്ത് യൂനുസിലെ 26, 27 ആയത്തുകള്, ഖസസിലെ 54-ാമത്തെ ആയത്ത്, അൻകബൂത്തിലെ 7-ാമത്തെ ആയത്ത്, സൂറത്ത് സബയിലെ 37, 38 ആയത്തുകള്, സൂറത്തുൽ മുഅ്മിനില് 40-ാമത്തെ ആയത്തൊക്കെ പങ്കുവെക്കുന്നത് ഇതേ ആശയമാണ്. ഹസനത്തുകൾക്ക് അള്ളാഹു ഇരട്ടിച്ച അല്ലെങ്കിൽ വർദ്ധിതമായ പ്രതിഫലം നൽകും. സയ്യിഅത്തിന് അതിന്റെ കണക്കനുസരിച്ച് മാത്രമേ നൽകുള്ളൂ.
പക്ഷെ ആ കണക്കനുസരിച്ചുള്ളത് തന്നെ നൽകപ്പെടുന്നത് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടാവില്ല. അള്ളാഹുവിന്റെ പരിമാണം നമുക്കറിയണം എന്നില്ല. അള്ളാഹുവിടെ പറയുന്നത് ഫകുബ്ബത്ത് വുജൂഹുഹും ഫിന്നാർ എന്നാണല്ലോ. അപ്പോ കുറ്റവാളികള് അള്ളാഹുവിന്റെ അടുക്കൽ സയ്യിഅത്തുകളുമായി കടന്നു വരുമ്പോ നരകത്തിൽ മുഖം കുത്തി വീഴും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആരും നിർഭയരായിരിക്കാൻ അത് വക നൽകുന്നില്ല. കണക്കനുസരിച്ചേ കിട്ടൂ എന്ന് പറയുന്നത് ആർക്കും ഒരു വാചകമായിട്ട് കാണേണ്ടതില്ല. ഇതൊരു ആശ്വാസവചനമാവുന്നില്ല. കാരണം ഈ സയ്യിഅത്തുകളുമായി വരുന്നവര് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നരകത്തില് മുഖം പതിച്ച് വീഴുന്നവരായിക്കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അതാണല്ലോ അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ കണക്കിലേറെ കൊടുക്കുകയില്ല, കണക്കനുസരിച്ച് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നത് ആർക്കും ഒരു ആശ്വാസവചനമായിട്ട് അനുഭവപ്പെടേണ്ടതില്ല. സയ്യിഅത്തുകളുമായി വരുന്നവര് നരകത്തിൽ മുഖം കുത്തി വീഴും എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ സൂറത്ത് യൂനുസിലെ 2 ആയത്തുകള് 26, 27 ആയത്തുകള് ഇങ്ങനെയാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന, നന്മ ചെയ്ത ഹസനാത്തുകൾ ചെയ്തവർക്ക് നന്മയാണ് പ്രതിഫലം. വസിയാദത്തുൻ, അവർക്ക് അതിലധികമായിട്ടും നൽകപ്പെടും. അതില് അവരുടെ കണക്കനുസരിച്ചല്ല, അതിലധികമായിട്ട് കൂടുതലായിട്ട്. വലാ യർഹഖു വുജൂഹഹും ഖത്തറുൻ, അവരുടെ മുഖത്തിന് യാതൊരു കരുവാളിപ്പും ബാധിക്കുകയില്ല. വലാദില്ല, നിന്ദ്യതയും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗാവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരതില് നിത്യമായി വസിക്കാനുള്ളവരാണ്. തുടർന്നുള്ള ആയത്തില് വല്ലദീന കസബു സയ്യിആത്ത്, തിന്മകൾ ചെയ്ത ആളുകൾ, ജസാഉ സയ്യിഅത്തും ബിമിസ്ലിഹ, അതിന് തത്തുല്യമായ ശിക്ഷയാണ്, പ്രതിഫലമാണ് ഏറ്റുവാങ്ങേണ്ടി വരിക. വതർഹഖുഹും ദില്ല, അവരെ നിന്ദ്യത അവരുടെ മുഖത്ത് അല്ലെങ്കിൽ അവരിൽ കരിവാളിപ്പുണ്ടാക്കും. അവരുടെ മുഖം വിവർണമായി അല്ലെങ്കിൽ കരിവാളിച്ചതായിട്ട് മാറും സയ്യിഅത്തുകളുടെ നിന്ദ്യത കാരണമായി. മാലഹും മിനല്ലാഹി മിൻ ആസിം, അള്ളാഹുവിൽ നിന്ന് അവന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്താനായിട്ട് ആരും ഉണ്ടാവില്ല. കഅന്നമ ഉശിയത് വുജൂഹുഹും ഖിത്അം മിനൽ ലൈൽ, രാവിന്റെ ഒരു കഷ്ണം അവന്റെ മുഖത്തെ ആവരണം ചെയ്ത പോലെ ഇരുളടഞ്ഞതായി മാറും അവന്റെ മുഖം. കരിവാളിപ്പ് കൊണ്ട് രാവിന്റെ ഒരു കഷ്ണം തന്നെ അവന്റെ മുഖത്ത് ഒട്ടിച്ചു വെച്ചതാണ് എന്ന് തോന്നിപ്പോകും. മുളലിമൻ, ഇരുണ്ട് കുത്തിയതായി മാറി. ഉലൈക അസ്ഹാബുൻ നാർ, അവരാണ് നരകത്തിന്റെ അവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരും അവിടെ നിത്യമായി വസിക്കാനുള്ളവരാണ്. അല്ലാഹു നൽകുന്ന താക്കീതാണിത്. സൂറത്ത് യൂനുസിലെ 27, 28 ആയത്തുകൾ, 26, 27 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പോ സൂറത്തു നംലിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇനി 3 ആയത്തുകൾ കൂടിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ 3 ആയത്തുകളുടെ കൂടി പഠനം നമുക്ക് നാളെ നിർവഹിക്കാം. തുടർന്ന് ആവശ്യമെങ്കിൽ 1-2 ദിവസം ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയ നിവാരണത്തിനും അല്ലെങ്കിൽ വ്യത്യസ്തമായ വായനകളും വീക്ഷണങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതിനൊക്കെ ആയിട്ട് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.